ചങ്ങായിമാരെ നമ്മളെ മുൻ DGP ഇപ്പത്തെ സംഗീതമായ ശ്രീലേഖയില്ലേ, ശ്രീലേഖ മാഡം എത്രമാത്രം വിവരം കെട്ട സ്ത്രീയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരാൾ ചാണകം ചവിട്ടിയാൽ അല്ലെങ്കിൽ സംഖ്യയായി കഴിഞ്ഞാൽ ബോധവും വിവരമൊക്കെ പോകുന്നത് നമുക്കറിയാം. പക്ഷെ ഒരു മുൻ DGP ആയ ഈ സ്ത്രീക്ക് ഇത്രമാത്രം ബോധവും വിവരം പോകുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. തിരുവനന്തപുരത്ത് കുറച്ച് സംഘി ഗുണ്ടകളുണ്ടല്ല, പോലീസുകാരെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടല്ല, അമ്പലപ്പറമ്പിന്റെ അകത്ത് കയറിയിട്ട് അവിടെ രക്ഷപ്പെടാൻ വിളിച്ചിരുന്നു. മർദ്ദനമേറ്റ പോലീസുകാരുണ്ടല്ല, പിന്നെ കൂടുതൽ പോലീസിനെ വിളിച്ചിട്ട് ആ സംഘി ഗുണ്ടകളാ അമ്പലത്തിന്റെ അകത്ത് പിടിച്ചുകൊണ്ടെന്ന് നല്ല അടി കൊടുത്ത്. അങ്ങനെ ഇവരെ സംഘി ഗുണ്ടക്ക് അടി കിട്ടിയപ്പോഴല്ല നമ്മളെ ശ്രീലേഖ മാഡത്തിന് സംഖ്യക്കും വല്ലാണ്ട് അങ്ങ് കുരുപൊട്ടി. ആ കുരുപൊട്ടിക്കൊണ്ട് ഈ സ്ത്രീ ഉണ്ടല്ല മുൻ DGP എന്ന് പറഞ്ഞ പച്ചക്കളവും പൊട്ടത്തിൽ നിങ്ങൾ കേട്ടിനാ. ഈ മുൻ DGP ആയിരുന്ന സ്ത്രീ പറയുന്നത് അമ്പലത്തിന്റെ അകത്ത് കയറിയിട്ട് ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടിട്ട് പോലീസിന് നിയമമില്ലാന്ന്. നിയമത്തിനെ കുറിച്ച് ഇത്രമാത്രം ബോധവും വിവരമില്ലാത്ത സ്ത്രീ ആയിരുന്നല്ലോ കുറെ കാലം DGP ആയിട്ട് നമ്മളെയൊക്കെ ഭരിച്ചിരുന്ന ആലോചിക്കുമ്പോഴല്ല എനിക്ക് ലജ്ജയും തോന്നുന്നു, സങ്കടവും തോന്നുന്നു. എന്താണ് നമുക്കായും തന്നെ ഈ വിവരമില്ലാത്ത സ്ത്രീ ഉണ്ടല്ല അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്ന ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. എത്ര വലിയ പൊട്ടത്തരാട്ട ഒരു ഒടുപ്പില്ലാണ്ട് ഈ സ്ത്രീ അവിടുന്ന് വിളിച്ചു പറയുന്നത്. വാ ഇല്ല ഇത് വെറുതെ കള്ളം പറയാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന കഥയാണ്. ഇവരാരും പ്രതികളല്ല. ഇവര് ആരാധനാലയത്തിൽ അല്ല ഉണ്ട് പിടിക്കാൻ പാടില്ല. കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് പരിപാവനമായിട്ടുള്ള സ്ഥലമാണ്. അതിനകത്ത് ക്ഷേത്രത്തിലെ ആൾക്കാരുടെ അനുവാദമില്ലാതെ പോലീസ് ഓഫീസേഴ്സിന് കയറാനോ തല്ലിച്ചവിട്ടി പുറക്കാനോ അധികാരമില്ല. അന്യായമാണ്. ക്ഷേത്ര ആൾക്കാർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ പോലീസുകാർക്ക് ആരും നടപടി എടുക്കുന്നില്ല. മെഡിക്കൽ ലീഗൽ കേസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് കേസ് എടുത്തിട്ടില്ലല്ലോ. ക്ഷേത്ര അധികാരികളെ പരാതി കൊടുത്തിട്ട് ആ പോലീസിനെതിരെ കേസ് എടുത്തിട്ടില്ലല്ലോ. കയറാൻ പാടില്ല. ഏതെങ്കിലും പള്ളി കയറുവോ? മുസ്ലിം ദേവാലയത്തിൽ കയറുവോ? ഏതെങ്കിലും സർക്കുലർ ഉണ്ട്. കയറാൻ പാടില്ല. നിങ്ങളൊന്ന് വെരിഫൈ നോക്കുക. പോലീസ് സർക്കുലേഴ്സ് ഒന്ന് അടിച്ച് നോക്ക്. കയറാൻ പാടില്ല. ഒരു ആരാധനാലയത്തിലും അവരുടെ അനുവാദമില്ലാതെ പോലീസിനെ ഒന്നിനും കയറാൻ പാടില്ല. കുറ്റക്കാര് നിങ്ങൾക്കറിയാമല്ലോ, പണ്ടത്തെ ആ ഒരു പഞ്ചാബിലെ ഉണ്ടായ സംഭവം പോലും അനധികൃതമാണെന്നുള്ളത് സുപ്രീം കോടതി വിധി വരെയുണ്ട്. ഗോൾഡൻ ടെമ്പിളിൽ കയറി ഒളിച്ചിരുന്നിട്ട് പോലീസ് കയറി ആക്രമിച്ചത് ഭയങ്കര തെറ്റായിരുന്നില്ല. അതിന്റെ പേരിലല്ലേ സർക്കാർ പോലും വീണത്. കയറാൻ പാടില്ല. സെൻട്രൽ ഗവൺമെന്റ് ഓർഡേഴ്സ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർഡേഴ്സ് ഉണ്ട്, സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് ഉണ്ട്. സുപ്രീം കോടതി ഗൈഡ് ലൈൻസിനേക്കാളും മുകളിലല്ലോ വേറൊന്നും. ഒരു ആരാധനാലയത്തിലും പോലീസിന് പ്രവേശിക്കാൻ അനുവാദമില്ല. തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നത് മുഴുവനും BJPയുടെ പ്രവർത്തകരെയാണ്. അതും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പ്രതികളല്ലാത്തവരെ പോലും ഇന്നലെ ക്ഷേത്രത്തിനുള്ളിൽ കയറി അടിച്ച് പരത്തി ആ ക്ഷേത്രം മുഴുവൻ നശിപ്പിച്ച് അവിടുത്തെ പഠനമുറി മൊത്തം നശിപ്പിച്ചിട്ടാണ് ആളുകളെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി പോലീസ് ചെയ്യുമ്പോൾ കാട്ടാളത്തം എന്നല്ലാതെ അതിനെ എന്ത് പറയും? ഒരു മുൻ DGP ആയിരുന്ന സ്ത്രീ വന്നിട്ട് വെറും പച്ചക്കള്ളം വിവരമില്ലായ്മ അവിടുന്ന് വിളിച്ചു പറയുമ്പോഴല്ല അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പോകും ഈ സ്ത്രീ പറഞ്ഞത് സത്യമാണെന്ന്. ഇത്രയും ബോധവും വിവരമില്ലാത്ത സ്ത്രീ ഉണ്ടല്ല നമ്മളെ പോലീസിന്റെ തലപ്പത്ത് എങ്ങനെ എത്തി പടച്ചവനെ. ഇവരുണ്ടല്ല പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളുമായിട്ട് പറഞ്ഞ കാര്യമുണ്ടല്ല വെറും പച്ചക്കള്ളം. അതിൽ കോടതി എന്താ പറഞ്ഞറിയാം? അമ്പലത്തിന്റെ അകത്തായാലും ശരി, ഏത് ആരാധനാലയത്തിന്റെ അകത്തായാലും ശരി, ക്രിമിനൽസ് ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എവിടെ നിന്നായാലും അവരെ പൊക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ക്രിമിനൽസിനെ ഒളിപ്പിച്ചിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ആരാധനാലയങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് കോടതി അന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ആരാധനാലയങ്ങളിൽ കയറിയിട്ട് ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് ഒരു കോടതിയും ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് കോടതിയുടെ പേരും പറഞ്ഞിട്ട് എത്രമാത്രം പച്ചക്കള്ളാണ് ഈ സ്ത്രീ അവിടെ കിടന്ന് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഭയങ്കരമായ ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, വിവരമുണ്ട് എന്ന് അഹങ്കരിക്കുന്ന ഈ ശ്രീലേഖ മാഡമില്ലേ, ഈ ശ്രീലേഖ മാഡം പറഞ്ഞ പച്ചക്കള്ളുണ്ടല്ലോ ഒരു വക്കീല് പൊളിച്ചെടുക്കുന്ന വീഡിയോ നമുക്ക് കണ്ടു വന്നാലോ. ഈ വക്കീലുണ്ടല്ലോ ഹൈക്കോടതി വക്കീലാണ്, ദീപക് സനം എന്നാണ് ഈ വക്കീലിന്റെ പേര്. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടൊന്ന് കേട്ടിട്ട് വന്നാലോ. പോലീസുകാർക്ക് അമ്പലത്തിലോ പള്ളിയിലോ ആരാധന സ്ഥലങ്ങളിലോ അവിടുത്തെ അധികാരികളുടെ പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റില്ല. ഇത് പറഞ്ഞ ഞാനല്ല, മുൻ DGP ശ്രീലേഖയാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് പരിപാവനമായിട്ടുള്ള സ്ഥലമാണ്. അതിനകത്ത് ക്ഷേത്രത്തിലെ ആൾക്കാരുടെ അനുവാദമില്ലാതെ പോലീസ് ഓഫീസേഴ്സിന് കയറാനോ തല്ലിച്ചവിട്ടി പുറക്കാനോ അധികാരമില്ല. ഒരു ആരാധനാലയത്തിലും അവരുടെ അനുവാദമില്ലാതെ പോലീസിനെ ഒന്നിനും കയറാൻ പാടില്ല. ഇവരുടെ ഈ ഒരു പ്രസ്താവന കേട്ടപ്പോൾ എനിക്കും ഒരു സംശയം. കാരണം ഇവർ സാധാരണ ഒരു സ്ത്രീയല്ല, പോലീസിലെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ നിയമപുസ്തകങ്ങൾ എടുത്ത് നോക്കി. പോലീസിന് അങ്ങനെ ഒരു അധികാരം ഇല്ലാതിരിക്കുമോ? അപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. ഞാൻ വളരെ സങ്കടത്തോടെ പറയട്ടെ, ഈ ഉദ്യോഗസ്ഥ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുമെങ്കിലും തെറ്റാണ്. പോലീസിന് അമ്പലങ്ങളിലോ പള്ളിയിലോ മറ്റ് ആരാധനാലയങ്ങളിലോ ഒരു അധികാരിയുടെയും പെർമിഷൻ ഇല്ലാതെ കടക്കാവുന്നതാണ്, ഇൻവെസ്റ്റിഗേഷൻ നടത്താവുന്നതാണ്, അവരുടെ ജോലി കൃത്യമായി നടത്താവുന്നതാണ്. പക്ഷേ ഈ ആരാധന ആലയങ്ങളിൽ പോകുമ്പോൾ അവരുടെ ദൈവികമായ ബിംബങ്ങളോ മറ്റു കാര്യങ്ങളോ ബഹുമാനത്തോടെ തന്നെ കൈകാര്യം ചെയ്യണം. വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളിൽ മാത്രമേ ഇത്തരത്തിലുള്ള അധികാരം എടുക്കാൻ സാധിക്കൂ. അത്തരത്തിലുള്ള അധികാരങ്ങൾ എടുക്കുന്നതിന് പ്രത്യേകിച്ച് വാറണ്ടോ പെർമിഷനോ ഒന്നും തന്നെ ആവശ്യമില്ല. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ, കേരളത്തിലെ DGP നിലയിലിരുന്ന ആദ്യത്തെ വനിതാ ഉദ്യോഗസ്ഥ, ഇന്നിലകളിലെല്ലാം പ്രാഗൽഭ്യം തെളിയിച്ച ആ വ്യക്തി ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നറിയണ്ടേ?
മാഡം ഒരു വാക്ക്, ഉണ്ട ചോറിന് നന്ദി കാണിക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഉണ്ട ചോറിൽ വെറുതെ ചാണം വാരിയിടരുത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എല്ലാവരും നമ്മൾ ഹൈക്കോടതി വക്കീല് ദീപക് സാറ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടല്ലോ. ഈ ഹൈക്കോടതി വക്കീലിന്റെ അകത്ത് നിയമത്തിനെ കുറിച്ചൊന്നും എന്തായാലും നമ്മളെ DGP ശ്രീലേഖ മാഡത്തിന് എന്തായാലും അറിയില്ലല്ലോ എന്നല്ല, ഒരു മണ്ണാങ്കട്ടി ആ സ്ത്രീക്ക് അറിയില്ലാന്ന് അവരുടെ വർത്താനെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ ആലോചിക്കുന്നത് അവർ DGP ആയിരുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെയായിരിക്കും അവർ കാട്ടിക്കൂട്ടിട്ടുണ്ടാവുക. ആ സമയത്ത് ഇവരെ കയ്യിലാക്കപ്പെട്ട ആൾക്കാരുണ്ടല്ല, അവരുടെയൊക്കെ ദുരവസ്ഥയായിരിക്കുമല്ലോ അവിടെ ഉണ്ടായിട്ടുള്ളത്. വേറൊരു കാര്യം കൊണ്ട് നിങ്ങൾ ആലോചിച്ചട്ടെ, ഇവരുടെ സംഘി ഗുണ്ടകൾ ആക്രമിച്ചത് പോലീസുകാരിയായിരുന്നു. അതായത് ഇവരുടെ അതേ ജോലി ചെയ്തിരുന്ന പോലീസുകാരെ. എന്നിട്ട് ഈ സ്ത്രീ ഉണ്ടല്ല, ആ പോലീസുകാരെ തള്ളി പറഞ്ഞിട്ട് ആ മർദ്ദിച്ച ക്രിമിനൽസ് ആയ സംഘി ഗുണ്ടകളെ ന്യായീകരിക്കാനും വെളുപ്പിക്കാനാണ് ഇപ്പൊ വന്ന് ശ്രമിക്കുന്നത്. എല്ലാ സ്ത്രീയെ നിങ്ങളൊരു മുൻ DGP അല്ലേ, ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥല്ലേ, ഇത്രമാത്രം നാണവുമാനും ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക്? കുറച്ചു കാലം മുന്നേ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഭർത്താവിനായിട്ടുള്ള RSകാർ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് എല്ലാ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇവർ തട്ടിവിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴുണ്ടല്ല, അതേ RSനാ ഇവരുടെ ഭർത്താവിനെ വധിക്കാൻ ശ്രമിച്ച അതേ RSനാണ് ഇവരിപ്പോ വന്നിട്ട് വെളുപ്പിക്കാൻ നോക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ശ്രീലേഖ മാഡം, നിങ്ങളുണ്ടല്ല ഈ പ്രകടനത്തിൽ പോലീസിനെ തെറിവിളിക്കുന്നത് കേട്ടു, പുല്ലേന്നൊക്കെ തെറിവിളിക്കുന്നത് കേട്ടു. എനിക്ക് പറയാനുള്ളത് നിങ്ങളുണ്ടല്ല, നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് തെറിവിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ തെറിവിളി കേൾക്കാൻ ഏറ്റവും യോഗ്യത നിങ്ങൾക്ക് മാത്രമാണ് അതിനുള്ള യോഗ്യത. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ലേശമെങ്കിലും നാണവുമാനും ഉളുപ്പുണ്ടെങ്കിലല്ല നിങ്ങളുണ്ടല്ല പെൻഷൻ, പോലീസിൽ ജോലി ചെയ്തതിന്റെ പെൻഷൻ വാങ്ങാതിരിക്കണം കേട്ടോ. കാരണം ആ പെൻഷനൊക്കെ വാങ്ങാൻ അധികാരമുള്ളത് ന്യായമായി ആത്മാർത്ഥമായിട്ട് പോലീസിൽ ജോലി ചെയ്തിട്ടില്ലേ അവർക്ക് മാത്രമാണ്. അല്ലാതെ സ്വന്തം ജോലി സ്ഥാപനത്തെയും സഹപ്രവർത്തകരെയും തള്ളിപ്പറയുന്ന തെറി വിളിക്കുന്ന നിങ്ങൾക്കൊന്നും അത് വാങ്ങാനുള്ള ഒരു യോഗ്യതയുമില്ല. അപ്പൊ എന്തായാലും മുൻ DGP ആയിരുന്ന ശ്രീലേഖ മാഡത്തിന്റെ ബോധവും വിവരവും ബുദ്ധിയും നിയമത്തെക്കുറിച്ചുള്ള അറിവൊക്കെ എത്രമാത്രം ഉണ്ടെന്ന് മലയാളികളെ മനസ്സിലാക്കി തന്ന ദീപക് സനൽ എന്ന അഡ്വക്കേറ്റിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.